സർവം ശിവാർപ്പണം. ഇന്നത്തെ യാത്ര നമ്മൾ തിരുച്ചെന്തൂരിലേക്കാണ് പോണത്. തിരുച്ചെന്തൂർ മുരുകനെ കാണാനാണ് പോണത്. നമ്മൾ ഇത് ഇപ്പോൾ കാണുന്നത് പാലക്കാട് ജംഗ്ഷനാണ്. പാലക്കാട് നിന്നാണ് നമ്മൾ വണ്ടി കയറിയിരിക്കണേ. രാവിലത്തെ 6:10 വണ്ടി ത്രൂ തിരുച്ചെന്തൂരിലേക്ക് പോണ വണ്ടി. ഒരു ദിവസത്തിൽ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ത്രൂ വണ്ടിയൊന്നും ഇല്ല. ഈ പാലക്കാട് എന്താ പറയുക, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത തിരുച്ചെന്തൂരിലേക്ക് അവിടെ പോയിട്ടാണ് വണ്ടി നിർത്തുക. ത്രൂ വണ്ടിയാണ്. അപ്പോൾ പാലക്കാട് ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് കയറിയത്. തിരുച്ചെന്തൂരിലേക്ക് പോകണം പറഞ്ഞ് കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നു, എന്നാലും നടക്കാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുച്ചെന്തൂരിൽ എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ എൻട്രിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഉള്ളിലേക്ക് പോണത്. ഇവിടുത്താണ് എൻട്രി. അതാണ് തിരുച്ചെന്തൂർ മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇത് അവിടത്തുള്ള ചുറ്റുഭാഗമാണ്. ഇപ്പോൾ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ. രാവിലെ അവിടെ നിന്ന് ഒരു ചായ വട കഴിച്ചെന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. ട്രെയിനിൽ വേറെ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം ബിരിയാണി അങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിലൊന്നും ഒന്നും കഴിച്ചില്ല ഞങ്ങൾ. ഇപ്പോൾ വൈകുന്നേരം 6:10 അവിടെ നിന്ന് കയറി. എന്നാലും വൈകുന്നേരം വരുമ്പോൾ 4 മണിയായിട്ടോ. തിരുച്ചെന്തൂരിൽ എത്തുമ്പോൾ 4 മണിയായി. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമെടുത്ത് റൂമിൽ പോയി ബാഗും എല്ലാം വെച്ചിട്ട് പിന്നെ കടലിൽ പോയി കുളിച്ച് പിന്നെ റൂമിൽ വന്ന് ഫ്രഷായിട്ട് പിന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോൾ ഇത് തൊഴുതിട്ട് ഉള്ള വീഡിയോ ആണിത്. എന്താ വെച്ചാൽ ഉള്ളിലൊന്നും ഫോണൊന്നും അലോഡല്ല. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രത്തിലേക്ക് പോയാലും ഉള്ളിലൊന്നും ഫോൺ അലോഡേ അല്ല. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ വീഡിയോ എടുത്ത് ഇടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ തന്നെ നമ്മൾ പുറത്ത് വാങ്ങിച്ചു വെച്ചിട്ടാണ് അവർ ഉള്ളിൽ കയറ്റുന്നത്. അതേപോലെ ഷർട്ടടക്കം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഇടാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഷർട്ടടക്കം ഒരെണ്ണം ഫോൺ അലോഡല്ല. ബാഗൊക്കെ ഫുൾ ചെക്കിങ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ അത്യാവശ്യം പൈസ അത് മാത്രമാണ് ഉള്ളിൽ ബാഗിൽ വിടുക, ഇല്ലാതെ ഫോണൊന്നും അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണൊന്നും ഉള്ളിൽ എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇത് പുറമെ ഉള്ള കാഴ്ചയാണ്. ക്ഷേത്രത്തിൽ തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങിയപ്പോൾ രാത്രിയല്ല, നല്ല ലൈറ്റും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ എന്താ വെച്ചാൽ എത്ര നടന്നാലും മതിയാവില്ല. ഇതാണ് നമ്മൾ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് കുറേ പേര് മടിപ്പിച്ച് എടുക്കണ ഭക്തരുണ്ട്. ഈ തിരുച്ചെന്തൂരിലും വരുമ്പോൾ പ്രത്യേകിച്ച് മടിപ്പിച്ച് എടുക്കണ വഴിപാടാണ് അവിടെ എന്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് നടക്കണം എന്ന് വിചാരിച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്ന് കഴിഞ്ഞിട്ട് മടിപ്പിച്ച് എടുക്കണ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും നല്ല പ്രത്യേക ഒരു വഴിപാടാണ് അവിടെ, മടിപ്പിച്ചെടുക്കണ വഴിപാടാണ്. പിന്നെ കുറേ ആൾക്കാർ പറ്റിക്കലുണ്ട് കേട്ടോ, അതും നമ്മൾ പറയണമല്ലോ. ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോയി കണ്ടു, ഒരു 2-3 പേരെ നമ്മൾ കണ്ടു. അപ്പോൾ അതേ 2-3 പിറ്റേ ദിവസം അതേപോലെ അവിടെ നിൽക്കണം. അപ്പോൾ മടിപ്പിച്ചെന്ന് പറയുമ്പോൾ ഭക്തിയിലെടുക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ തട്ടിപ്പിലെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി നമ്മൾ എന്താ പറയുക, ഭക്തിയിലെടുക്കുന്നവർക്ക് നമ്മൾ പൈസ ഇടണം. ഭക്തിയിലില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അവർക്ക് കാലും കൈയൊക്കെ ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാനതേ ഉള്ളൂ. ഇല്ലാതെ ഇങ്ങനെ ഒരു ഭക്തിയിൽ തട്ടിപ്പ് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാലും എല്ലാം എന്താ പറയുക, ശരിക്കും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിപ്പ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പിന്നെ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പുറമുള്ള കാഴ്ചയാണ്. കുറേ ഫോട്ടോസ്, മുരുകൻ്റെ വിഗ്രഹം അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസ് വിഗ്രഹമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഒക്കെ തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങി. ഇനി അടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോകണതാണ്, കടലിലേക്ക്. വൈകുന്നേരം വന്നിട്ട് അവിടെ കുളിക്കാനൊക്കെ പോയി. എന്നാലും ഇത് പൗർണമി ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കടലിൽ ഇരിക്കണം പറയുമ്പോൾ പ്രത്യേകിച്ചൊരു വൈബാണ്. അപ്പോൾ നമ്മൾ കടലിലേക്ക് നേരെ പോകണം, അവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലുള്ളത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. കുറേ ആൾക്കാർ അവിടെ തന്നെ കിടക്കാറുണ്ട്, റൂം എടുത്തടക്കം അവിടെ തന്നെ ഉറങ്ങാറുണ്ട്. എന്താ വെച്ചാൽ അന്നത്തെ രാത്രി ഗോപുരത്തിൻ്റെ തണലിൽ കിടക്കണത് നല്ലതാണത്രേ. അങ്ങനെയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ റൂം എടുത്തടക്കം
ആൾക്കാർ അവിടെ ക്ഷേത്രത്തിൽ കടക്കാറുണ്ട്. എന്നാലും അവിടെ എന്താ വെച്ചാൽ എവിടെ വേണിച്ചാൽ ഇരിക്കുക, എവിടെ വേണിച്ചാൽ കടക്കുക, ആരും എണിച്ച് പോ ഇവിടെ ഇരിക്കണ്ട അങ്ങനെ ആരും പറയുന്നില്ല, പറയാറ് ഇല്ല അത്ര അവിടെ. അപ്പോൾ ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും വന്ന് കിടക്കാം, ഇരിക്കാം. അപ്പോൾ പൈസ കൊടുത്ത് റൂം എടുത്ത ആൾക്കാരടക്കം അവിടെ വന്ന് അമ്പലത്തിൽ വന്ന് ക്ഷേത്രത്തിൽ വന്ന് എന്താ ദൈവത്തിൻ്റെ അടുത്തുനിന്നല്ല പുറത്ത് ഇത്തരം സ്ഥലമുണ്ടല്ലോ അവിടെ വന്ന് കിടക്കാറുണ്ട്. പിന്നെ ഇത് കാണാൻ സൂപ്പറാട്ടോ. തിരുച്ചെന്തൂരിലാണ്ടവൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ഗോപുരമാണ്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് ഞാനെടുത്തു. അപ്പോൾ പിന്നെ ബീച്ചിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലേക്ക് വന്നു. ഇതാണ് ബീച്ച്, കടൽ, നല്ല തിരമാലകൾ കാണാനൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ നല്ല ലൈറ്റും കുറേ ആൾക്കാർ അവിടെ കടക്കാറുണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വിൽക്കാറുണ്ട്. കടല, പിന്നെ പാനിപൂരി, അങ്ങനെ കഴിക്കാനൊക്കെ കുറേ ഭക്ഷണം ഉണ്ട് കേട്ടോ. കുറച്ച് പൈസ മാത്രം കയ്യിൽ കൊണ്ടുപോയാൽ മതി, എല്ലാം ഉണ്ടാവും ഭക്ഷണം. അവിടെ ഇപ്പോൾ നമ്മൾ അവിടെ മാത്രമല്ല ഏത് ക്ഷേത്രത്തിലേക്ക് പോയാലും തിരിഞ്ഞാലും പൈസയാണ്, അങ്ങോട്ട് ഇരുന്നാലും പൈസയാണ്. പൈസ ഇല്ലാത്ത ഒരു കളിയില്ല അവിടെ ഇല്ല. അപ്പോൾ പൈസ എന്തായാലും വേണം, എന്ത് വാങ്ങണമെങ്കിലും പൈസ വേണം. അതും ഇങ്ങനെ ടൂറിസം ഇങ്ങനെ വലിയ വലിയ ക്ഷേത്രത്തൊക്കെ പോകുമ്പോൾ നമ്മൾ 10 രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ 20 രൂപ കൊടുക്കണം. അങ്ങനത്തെയാണ്. നല്ല പൈസ തട്ടിപ്പൊക്കെ ഉണ്ട്, നമ്മൾ നോക്കിക്കണ്ടൊക്കെ പോകണം. പ്രത്യേകിച്ച് മലയാളി എന്ന് പറയുമ്പോൾ അവർ ഒന്നും കൂടി കൂടുതലായിട്ട് തട്ടിപ്പാണ്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾക്ക് 50 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടാൽ മാത്രം അവർ 100 രൂപ പറയും. അങ്ങനത്തെയാണ്. അപ്പം നമ്മൾ കണ്ടറിഞ്ഞൊക്കെ പോണത് നല്ലതാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ ഇത് കാണുമ്പോൾ. കടലിൻ്റെ അരികെ ക്ഷേത്രം, കടലിൻ്റെ അരികെ അമ്പലം, നമ്മളിങ്ങനെ തൊഴുന്നതും ഈ രാത്രി. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബറും മറക്കാതെ ചെയ്യണം. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ഞാൻ 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ വീഡിയോ ഞാൻ പിറ്റേത്തെ ദിവസം ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യണം. ബൈ.